ഡ്രീമറിന്റെ ലൈവ് നോക്കട്ടെ ഡ്രീമറിന്റെ ലൈവ് എന്താ മേലെയുണ്ട് വിസിയില് ഒമേകളിൽ എന്തോ ചലഞ്ചാണ്. എനിക്ക് നോക്കട്ടെ അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇതെന്താടാ ഇതെന്താ ബ്ലാക്ക് സ്ക്രീൻ ആണോ? ഞാൻ ലൈവ് ഇട്ടാ ക്യാമറ ഷട്ടർ ഇവ എന്തിനു ചെയ്യാൻ പോയി? ലൈറ്റ് ഒക്കെ ഇട്ട് ചെത്തുവാണല്ലോ അണ്ണാ. സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ഫേസ്ബുക്ക് ഗെയിമേഴ്സ് വേണ്ട, ഗെയിമേഴ്സ് ഒന്നും പറയാൻ എന്തൊരു ചെയ്യണം നോക്കട്ടെ. ചന്ദ്ര ക്യാം എന്താ ഫ്ലിക്കർ ആവുന്നേ? അതാണ് ഓഡിയോ no nudity, hate speech or harassment. Your webcam must show you like don't ask for gender. This is a dating site. Violators will be permanently banned. സെറ്റിംഗ്സ് ഒക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? iosmegal.com ലെഫ്റ്റ് ക്യാം ഇരിക്കുന്നില്ല, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. വീഡിയോക്കകത്ത് നമ്മളെ കണ്ടില്ലെങ്കിൽ തന്നെ ക്യാമറ ടിക്കറ്റില് വിളിക്കാൻ പറ്റുമോ? അല്ല പെർമനന്റ് ആയിട്ട് എവിടെ കേറാൻ? സിറ്റി അപ്പ ഇല്ല ബ്രോ. 10 മിനിറ്റ് എടുക്കും, 15 മിനിറ്റ്. അപ്പൊ ഇപ്പൊ ഗതയൊന്നും വരില്ല ഇതിനകത്ത്. പക്ഷെ അത് ഓട്ടോ ഡിറ്റക്ട് കൈയുടെ തുമ്പൊക്കെ കാണിച്ച് ബാൻ അടിച്ചിരും. കയ്യെന്നെടുത്ത് വെച്ച് നോക്കിയേ. ഞാൻ ഒമേഗിള് കേറൂലടാ, സീരിയസ് ആയിട്ട് ഞാൻ ഒമേഗിള് കേറില്ല. കുറെ റേസിസം ഫേസ് ചെയ്യണമെന്നുണ്ട് എനിക്ക് ഒമേഗിളിനകത്ത്, മനസ്സിലായ? ലൈക്ക് എവിടെയോ ഇരിക്കുന്നു എന്നുള്ള ഒരു ധൈര്യം കുറെ അമ്മമാർ കേൾക്കുക. എനിക്കത് ഭയങ്കര, എന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല സത്യമായിട്ടും. എനിക്കത് ഭയങ്കര ഇതാ, അത് ഭയങ്കര സീനാണത്. എനിക്കത് എന്നോട് വലിയ താല്പര്യം ചെയ്യാത്ത. എല്ലാരും എനിക്ക് ചാലഞ്ച് പെമ്പിള്ളാരുടെ അടുത്ത് സംസാരിക്കാൻ ക്യാമറ മാറ്റിക്കോ, അങ്ങനെ ആയിരിക്കണം. വിർച്വൽ ക്യാമറ ചേട്ടാ പോയില്ല ഇപ്പോഴും. ഇവന് 2 മണിക്കൂറായി ഇരിക്കുന്നത്. അതല്ല, അത് വിർച്വൽ ക്യാമറ 2 മണിക്കൂറായി. ചന്ദ്രനൊരു ഞാൻ മറ്റേ വിഗൊക്കെ വെച്ചിറങ്ങാൻ വരണേ. പെണ്ണുങ്ങടുത്ത് മാത്രമല്ല പറഞ്ഞാ പോരെ. ഇത് പെണ്ണാണോ? അതൊക്കെ ആണല്ലേ. ഈ ഹെഡ്സെറ്റ് ഒക്കെ കാണുമ്പോഴേ എല്ലാരും ഇതാണ് തന്നെ സ്കിപ്പ് ആക്കി പോകും. തന്നെ സ്കിപ്പ് ആയി പോയി ലൈവ് ആണെന്ന് അറിഞ്ഞിട്ട്. കുറച്ച് നേരത്തെ വേണ്ടായിരുന്നു നമ്മള്. അവൻ പട്ടാളത്തിന്റെ സെലക്ഷൻ ഇരിക്കണം. നോക്കാം. ഇതെന്തിനാ DJ ആണോ? ഞാൻ അങ്ങനെ അടിച്ചടിച്ചോണ്ട് ഇരിക്കുമ്പോ ശ്രദ്ധിക്കണേ. ചിലപ്പോ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വന്നു കഴിഞ്ഞാൽ മൊറോക്കോ മലയാളത്തിൽ നോക്കിയാ മറ്റേ മലയാളത്തിൽ കുറെ പേരുണ്ട്. മലയാളി
അവന് വലിച്ചിട്ട് പറയണ മെറ്റടിച്ചു പോയിരുന്നു. ഇതിനകത്തല്ല, മനസ്സിലായില്ലേ? പെണ്ണ് കിട്ടാത്ത എല്ലാ എണ്ണം ഇതിനകത്താണ്. ഇപ്പൊ മലയാളികളെ നോക്കണില്ല. ഇത് കിട്ടിയാലോ എന്ന് വിചാരിച്ച്. സ്കൂളിൽ പുതപ്പിന്റെ അടിയിൽ ഒരുത്തൻ പുതപ്പിന്റെ അടിയിൽ ഒരുത്തൻ ഗിറ്റാറിന്റെ അകത്ത് ഇരുന്നു. ഇവിടെ തന്നെ ഇരുന്നു എല്ലാരും ഇതിന്റെ അകത്ത്. ഇതാണ് നമ്മുടെ ലോകം ഇങ്ങനെ ആയത്. ഇതാണ് പ്രശ്നം. ഇതിലൊന്നും അല്ല, അങ്ങനല്ല. ഫോറിനേഴ്സ് തന്നെ വേണം പോലെ ചലഞ്ച് ആകുമ്പോ. ഫോറിനേഴ്സ് വേണമെന്നോ? അതെനിക്ക് ചന്ദ്രു ഇതേപോലെ പുറത്ത് ഫോറിനേഴ്സിന് നോക്കുക, മനസ്സിലായില്ലേ? തന്നെ വേണം. ഫോറിനേഴ്സ് വേണം. ഓ അങ്ങനത്തെ ചലഞ്ച് അല്ലേ? ഓരോരുത്തന്മാര് ഇരിക്കുന്നത് മുച്ചറിനോട് ആദ്യം സ്കൂളിൽ പോകാൻ പറ. വെനസ്ഡേ വരെ പോകും, ബാക്കി ഡേ ലീവാക്കി ഗെയിം കളിച്ചിരിക്കും. ആണോടാ മുച്ചറി? അല്ലാലോ പുറത്ത് പറയുന്നേ അങ്ങനൊന്നല്ല. അടുത്തുള്ള ദിവസം ഉച്ചക്ക് നിന്റെ സ്ട്രീം കണ്ടാലേ ഞാൻ നേരെ വരുവേ അങ്ങ്. ഇല്ലില്ല ഉണ്ടാവൂല. മങ്കി വെബ്സൈറ്റിൽ കയറാൻ പറ. അതൊക്കെ എന്താ? മങ്കി ആപ്പ്. അവിടെയാണ് കൂടുതൽ ഫോറിനേഴ്സ്. അല്ല അല്ല, മങ്കിയില് പൈസ ഒക്കെ കൊടുത്താ പൊളിയാ. എല്ലാവർക്കും പെണ്ണിന് ഒരു ഇപ്പം ചന്ദ്രു ഞാൻ മറ്റേ സാരി ഒക്കെ എടുത്തിട്ട് വരണോ? അത് ഫേക്ക് എന്താണ്? അത് കൊറേ എപ്പോ നോക്കിയാലുണ്ടോ അത്? കണ്ണടങ്ങണ അതിന്റെ അവനവിടെ തീർന്ന്. എല്ലാം മറ്റേ പുതപ്പിന്റെ ഇടയില് കാട്ടിന്റെ ഇടയില് അത് തന്നെ. ഗാലക്സിന്റെ മുന്നേക്ക് രാത്രി വീട്ടിലൊക്കെ ഇറങ്ങി പോവാ. പുറം രാജ്യം കുറെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നമാരും കിട്ടും, പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ല. VC സൗണ്ട് പറയുന്നത് അല്ലടാ, ഈ വീഡിയോയുടെ SRKയുടെ ശബ്ദമാടാ അത്. ഹലോ കണ്ണഞ്ചേട്ടൻ മനസ്സുറങ്ങി. ചന്ദ്ര ഉടുപ്പൂരി ചന്ദ്ര സ്കിപ്പ് ചെയ്യല ഇത് മുച്ചിറി ഈകള് ലൈവില് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അത് കൊള്ളാലോ. കാര്യം പറയാം, ഞാൻ കരുതി ഇതിനായിട്ട്. പിന്നല്ല സെറ്റ്. ശരി ശരി നോക്കിക്കോ. ചാൻസല്ല ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ചാറ്റിലുള്ള മെറ്റടിച്ചിട്ട് ഓമ്പിച്ചറാ മുടിഞ്ഞു പോടാ. ഇതിപ്പോ ഫോറിനേഴ്സ് വരുന്നില്ല, നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഇത് സത്യം. എന്റെ മനസ്സ് പറയുന്നത് അടുത്തൊരു 10 എണ്ണത്തിനുള്ളിൽ ഒരു പെണ്ണ് വരും. മാലിക്ക് ഇത് മാലിക്ക് 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 സാർക്ക് പോയി കേട്ടോ. സർവർ ഡിഗ്രേഷന് പോയ സാർക്ക്. ചന്ദ്രു എന്റെ മനസ്സ് പറയുന്നത് മറ്റേ നിലവിളക്കും രാത്രി ഇത് ചന്ദ്രന് ഷോൾഡർ നോക്ക്. അവനെന്തോ ഹായ് അത് ഹെഡ്സെറ്റ് കാണുമ്പോഴാണ്. ഹെഡ്സെറ്റ് ഇതൊക്കെ കാണുമ്പോ ലൈവ് ആണെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് പോലത്തെ ഹാസ്ലീവൊക്കെ ഇട്ടിരുന്നത് വെറുതെ ആയോ? യൂട്യൂബറാണ് വണ്ടിക്കോ. വണ്ടിക്കോ വണ്ടിക്കോ ഇതൊക്കെ എന്തൊക്കെ കുഴപ്പമില്ല. ഒമേകൾ കേളി നാട്ടുകാരെ എമ്പൊക്കെ ലോഡറക്കാൻ പോകുന്നു.
വണ്ടി പോകുമാര് ചന്ദ്രന് ഒരു മര്യാദയില്ല. അവര് നീ മറിയണം, നാളെ ഇനി വാർത്തയാവണം, ഇതൊക്കെയാണ് പറയുന്നത്. ഏതോ കല്യാണം ഒന്നും കിട്ടുന്നില്ല എന്തിനു മൈൽസ് അല്ലേ അതൊരു ടാഗ് മാറ്റി. ഞാൻ പറഞ്ഞ ടാഗ് ഇട്ടാലേ കിട്ടൂ. ഇല്ല, ഫോറിനേഴ്സ് വേണോടാ. ഫോറിനേഴ്സ് എന്തിനാ മറ്റേ ചലഞ്ചാണോ? സിറ്റി അപ്പായോടാ, ഓ ഫോറിനേഴ്സ് തന്നെ വേണം. സിറ്റി അപ്പായോ? ഇല്ല ഇല്ല ചന്ദ്രൻ ഇവനാകുമ്പോ എല്ലാം ചെയ്തു ഉമ്മയും തരും വേണ ചന്ദ്രനെ ഇതെന്താ കൂടെ ഒന്ന് ഉറങ്ങുകയും ചെയ്യുവാൻ. ഈ ഒമേകളിൽ എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ? ഓ, ചില ചുണ്ട് അടിച്ചു പിടിച്ചിരിക്കുന്നു, മനസ്സിലാവണില്ല. ഞാൻ നേരത്തെ ചാലഞ്ച് പറഞ്ഞപ്പോ എന്താ എന്തിനു പറഞ്ഞാൽ പറ്റൂല്ലേ? എടാ അത് പറ്റൂടാ. അവനക്ക് ഇഷ്ടപ്പെട്ട്. ചന്ദ്ര ഇവൻ തരും ഇവൻ എന്തും തരും. എടാ ഉമ്മയല്ലടാ. പിന്നെന്താ? ഫിസിക് റേറ്റ് സ്കിപ്പ് ഒരിക്കലും പറയാൻ പാടില്ല, സ്കിപ്പ് ചെയ്യരുത്. പറഞ്ഞോ ചന്ദ്രു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോത്തേ ഉള്ളു. ഒരിക്കലും വിഷമിക്കാൻ സമ്മതിക്കൂല. ഞാൻ സാരി എടുത്ത് ഇഡലിയൊക്കെ വെച്ച് വരാൻ പോണു. പിള്ളേര് ഒരുത്തി മാത്രമാണ് ഇരുന്നത് കുറച്ചു നേരമെങ്കിലും. ഇതിൽ എത്ര കംപ്ലീറ്റ് ആണ് സാർക്ക്? ഒന്നുമില്ല, 0. ഒന്നും കംപ്ലീറ്റ് ആയില്ല. കേരളത്തിലെ സിക്സ് പാക്ക് ഞാൻ അണ്ണായൊക്കെ കാണിച്ചു ഇത് ഒരുത്തനേലും കാണിക്കേ. മന്ദാരം അത് മന്ദാരമല്ലേ? എന്ന് പറയുമ്പോ പുച്ഛാണ്. ഇന്ത്യ എന്ന് പറയുമ്പോ പുച്ഛാണ്. കുറെ എണ്ണം ഉണ്ട്. എണ്ണം എന്ന് പറഞ്ഞ വർഗത്തെ എനിക്ക് ഇഷ്ടമല്ല. അവളെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട് ലൈവ് എന്നിട്ടോ ഈകളുടെ ലൈവ് കാണുവാണെന്ന് കള്ളൻ. അവൻ എന്നെ തള്ളക്കിളിക്ക് എടുക്കുന്നത് കേട്ടോ, അവൻ കേട്ടത്. ഞാൻ ഇപ്പഴും കണ്ടോണ്ടിരിക്കുക. ഞാനേ രണ്ട് പിള്ളേരെ ചന്ദ്രു ഞാൻ പറയുന്നേ ചന്ദ്രു ഇതടണ്ട. ഞാൻ പറയുന്നേക്ക് മല്ലു ഞാൻ പറഞ്ഞേക്ക് മല്ലു പിള്ളേർ ഇറങ്ങി അങ്ങനല്ല അത് മാത്രം ഇട്ടാ വരുന്നില്ല. മലയാളി നോർത്ത് ഈസ്റ്റ് മാത്രല്ല ബ്രോ, ഇതിനകത്ത് കേരളത്തിൽ നിന്ന് കയറുന്നവന്മാര് നല്ല എ ക്ലാസ് ടൈപ്പുകളൊക്കെ കാണിക്കാറുണ്ട്. മനസ്സിലായോ? ചുമ്മാ കേരളത്തിലോട്ട് വന്നല്ലേ? അപ്പൊ ഇനി കേരളത്തിലോട്ട് ഇപ്പൊ ഇനി വരും ചന്ദ്രൻ, ഇനി വരും പെണ്ണ്. ഏത് തരത്തിൽ വേണം? മാറ്റ് ഏത് ഇപ്പൊ വരും പെണ്ണ് വരുമ്പോഴത്തേക്ക് ആദ്യമേ സ്കിപ്പ് ചെയ്യല്ല എടുത്തൊക്കെ പറഞ്ഞോണം കേട്ടോ. അതൊക്കെ പെണ്ണാ, സ്ക്രീൻ കാണിക്കാത്ത പെണ്ണാ. സ്ക്രീൻ കാണിച്ചില്ലേ പെണ്ണാണ് അതിനർത്ഥം. ഇത് എസ്ആർ സിനിമ അല്ലേ? സിനിമോൻ വന്നിട്ട് പോയ അമ്പലത്തിൽ ഇതേതാ ഇന്റർവ്യൂ ഇരിക്കുന്നത്? ടൈമില്ലല്ലോ. ചന്ദ്രു ഈ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ്, സ്കിപ്പ് ചെയ്യല്ലേ. ശ്രീത് ബ്രോയെ പിടിച്ച് 2 മസിൽ കാണിച്ചേ, ബൈസ് കാണിച്ചേ. സ്കിപ്പ് ചെയ്യലെന്ന് പറ.
ചന്ദ്ര ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞ സ്കിപ്പ് ചെയ്യില്ല ലൈവിൽ കാണത്തില്ലെന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് എടുത്തങ്ങ് പറഞ്ഞോണം. ഇതാര് ലൈവ് ചിന്മയ വിദ്യാലയത്തിൽ ഇവന്റെ മുട്ട ഫാനാ. കണ്ണാപ്പിയുടെ ഫാൻ. അപ്പൊ പോയി അവിടെ പോയി. സെറ്റപ്പൊക്കെ ഇങ്ങനൊക്കെ വീട്ടുകാര് വെച്ചത്. ആ ഞാന് എട്ടില്. എടാ സിറ്റി ഈ പയ്യന് കണ്ണ് വേനെടുക്കുന്നില്ല ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഇല്ല അപ്പൊ ഇല്ല. ഞാൻ കിടന്ന് തപ്പുമായിരുന്നു. ഓക്കെ ഇപ്പൊ ഒരു പെണ്ണ് വരുവേ. ഇല്ലാണ് അപ്പായിട്ടില്ല. പെണ്ണ ശരി ചന്ദ്രൻ തിരിച്ചു പിന്നെ അല്ല സീനേട്ടാ നമ്മളെ ആൾക്കാർ അവന്റെ ഷോ അടിക്കാൻ വന്നേ അവന്റെ ആള് മാറി കളിക്കട്ടെ. പിന്നെ അല്ല എടാ അവന് സ്കിപ്പ് ചെയ്തടാ പാവ എക്സൈറ്റ്മെന്റ്. അവന്റെ പേടിപ്പിക്കല്. പിന്നെ ആളെ കളിക്കട്ടെ. അത് ക്ലിപ്പായി ചേട്ടാ. അതൊരു ക്ലിപ്പായി. പെണ്ണാണേ അല്ല അത് ക്ലിപ്പായി. ആദ്യം മറ്റേ ബീജിയം അങ്ങനെ പെണ്ണാ ചന്ദ്രു അത്. പറഞ്ഞു കിട്ടും. ഇതൊക്കെ പെണ്ണൊരു അടുത്ത പെണ്ണ 10 സ്കിപ്പിൽ പെണ്ണ് വന്നില്ലേ മന്ദാര പൂമ്പനെ. ഇത് പെണ്ണ ഒരു സെക്കൻഡ് രണ്ട്. ലൈവാണോ? ടൂറിസ്റ്റ് ബസ്സിലെ ലൈറ്റ് ഒക്കെ കിട്ടി. ഇതാസ്പ്രൂട്ടല്ലേ 3. കണ്ണാ ഞാനൊന്ന് മീശ പഠിക്കട്ടെ. എന്നിട്ട് ഇതാ വരുന്നു. ഇപ്പൊ ശ്രീത്ത് ഓ ഡെയിലി ഞാൻ ഇപ്പൊ വരാം. 2 പെമ്പിളരെ നോക്കിട്ട് ഒരു ചലഞ്ച് കിട്ടി. ഓക്കെ ഓക്കെ നോക്കിട്ട് വരും. 2 3 ആയിരുന്നേ. 10 നെഞ്ചടിക്കുന്നു സോനു 5 6 6 7 ഇല്ല പുള്ളി ഇപ്പൊ സാരി എടുത്ത് മീശൊക്കെ പഠിച്ച് സാരി എടുത്ത് 9. വരും ചന്ദ്രു ഊമല. പെമ്പിള്ളേരോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ ഒമികളി കയറണമെങ്കിൽ IEM ആണ് ചന്ദ്രു. മറ്റേ ഹെഡ്സെറ്റ് സ്ട്രീമിംഗ് ഇതാന്ന് വിചാരിക്കും. IEM ആണ് IEM. ഇത് കണ്ട ഒരു കണ്ട പറയോ? പിന്നെ ഇല്ല എന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട എന്തായാലും സ്ട്രീമർ ആണെന്ന് പറയില്ല. ഉറപ്പല്ലേ? ഓണത്തിൽ നിന്നോണ് വേട്ടാ പറഞ്ഞത്. വിചാരിക്കത്തോളൂ. അടുത്ത പെണ്ണ കസാര മാറ്റാം. ഇത് പെണ്ണ ഉറപ്പായിട്ട് ചാനേ വാ എൻ പുറത്തുനിന്ന് സ്കൂളിലെത്തുന്നത്. കാണിക്ക് ചന്ദ്രു. ഇതൊക്കെ കൈതെറ്റിയാണ് ചന്ദ്രു ഇതൊക്കെ വിടുന്നത്. ചന്ദ്രു കയ്യില് കൈയിട്ടില്ല. അവൻ സ്കിപ്പ് ചെയ്തതാണോ ചന്ദ്രനെ? ഗട്സ് ഇല്ലാത്ത ഇന്ത്യ കയറുണ്ടേ പൊടാ കൊണ്ടേ ഞാൻ ചുറ്റായിട്ട് കയറുന്നുള്ളൂ. നീ പക്ഷെ എന്റെ അടുത്ത് നിന്ന് വന്നാൽ ഒന്നും സ്കിപ്പ് ചെയ്യില്ല കേട്ടാ. തെറ്റി അപ്പല്ലല്ലോ പിന്നെ എങ്ങനെ കേറുന്നേ? സിറ്റി അപ്പ ഇല്ലേ ഇതുവരെ? ഇല്ല ഇതുവരെ അപ്പായിട്ടില്ല. അപ്പലാണ് പൊട്ടിച്ച് കഴിച്ചോ. മാൾട്ട ഒന്നും വിടില്ല. പെണ്ണായിരിക്കും അത്. കണ്ണാടി തന്നെ ഈ സമയം ഇപ്പൊ 10:49 അല്ലേ? ഈ സമയത്ത് സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവൻ അന്നേരം ക്ലാസ് ഉണ്ട്. മനസ്സിലായ? അണ്ണാ കേരള സിറ്റി അപ്പ ഇല്ലടാ. ഷിജോ ജോസഫേ 50 പേരുണ്ട് കേട്ടാ. അത് പെണ്ണ എനിക്ക് നേരത്തെ കിട്ടിയായിരുന്നു. LX2 പറഞ്ഞപ്പോഴേ കണ്ണാപ്പിക്കും കിട്ടിയായിരുന്നത്. സൗദി അറേബ്യ. പയ്യന്മാര് സംസാരിച്ചിരിക്കായിരിക്കും ഇപ്പൊ പറഞ്ഞ. ബാബുശേട്ട് വല്ല സാരിയെ കൊടുത്തു വരും കേട്ടോ പെണ്ണായിട്ട്.
കൂടെ വിളിച്ചു ഗെയിമറാണോ ലൈവ് അല്ല സ്ട്രീമറാണോ ഗെയിമർ അല്ല സ്ട്രീമറാണോ ആര്യ സ്കിപ്പ് ചെയ്യല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രുവിന്റെ ഒക്കെ അവസ്ഥയാണ് അവസ്ഥ. ചന്ദ്ര അളിയ ഞാൻ ഒരു കാര്യം പറയാം. ആദ്യം നിന്റെ ബാക്കിലുള്ള കൊണച്ച ലൈറ്റ് ഓഫ് ചെയ്യ്. ആ ബാക്കിലുള്ള ലീഫും പറയും ഓഫ് ചെയ്യ്. എന്നിട്ട് നിന്റെ കസേരയില്ലേ അതിൽ നീ ഒരു ബെഡ്ഷീറ്റ് കൊണ്ടിട്. എന്നിട്ട് കസേര ഏറ്റവും ബാക്കിലോട്ട് എന്നിട്ട് ആ നാനോ ലീഫ് പോയി ഓഫ് ചെയ്തിട്ട് പറയാ നീ കേള. നിനക്ക് സ്പോട്ടിൽ ഇപ്പൊ റെഡിയാക്കി തരാം. നീ നിന്റെ IMs ഉണ്ടാ? ഇല്ല IM അലക്സ ഉണ്ടായാലും മതി. ബാബുക്ക് പ്രോട്ടിപ്പ് പറഞ്ഞു കൊടുക്കണുണ്ടോ? അത് മറ്റേ കോഴിക്കടയിൽ ഇങ്ങനെ ഫോണെ വിളിച്ചു. ബാബു ഞാൻ താഴോട്ട് ട്രാക്ക് ചെയ്തായിരുന്നേ. ഹലോ, ഞാൻ താഴോട്ട് ട്രാക്ക് ചെയ്തായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഗ്യാങ് കക്കൂസ് കഴിക്കാൻ കൊണ്ടുപോയായിരുന്നു. അന്നാരം പോലും നിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. അത് പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കായിരുന്നു മൊബൈലിൽ നോക്കിട്ട് എന്തെങ്കിലും ചന്ദ്രെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കിട്ടിയ ഐഡിയ കൊണ്ട് ഓടി വന്ന് കമ്പ്യൂട്ടർ അറിയാലോ എങ്ങനെ അല്ല അങ്ങനെ അല്ല ചന്ദ്രന്റെ ഒരു ചന്ദ്രനിൽ എറിയറിയെന്നുള്ളവരോട് മറ്റേ വടി കൊടുക്കൂലെന്ന് പറഞ്ഞ സെറ്റപ്പാ. ഇവനൊന്നും കഴിവില്ല ബ്രോ. ഉള്ള മസിൽ മാത്രം ദൈവം ഉരുട്ടി കൊടുത്തേക്ക് 6 മാസത്തില്. നല്ല വിഷമമുണ്ടല്ലോ നിനക്ക് ബാബു. പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ ഡെഡിക്കേഷൻ ആവാമോ ആൾക്കാർക്ക്? സത്യം. ഇപ്പൊ ഉമ്മ ഓരോ വീഡിയോ കണ്ടിട്ട് ചോദിക്കുക നീ നടന്നു വന്നു ഇങ്ങനെ കൊടവണ്ടിയും പിടിച്ചോണ്ട്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല വീട്ടില്. എന്റെ ഏകദേശം ഞാൻ റിവീൽ ചെയ്തിട്ടില്ലല്ലോ. റിവീൽ ഇവിടെ ആകുമ്പോഴത്തേക്കിന് അതെ ദേവോട്ട് ഇടയ്ക്ക് ഇപ്പൊ ഒരു നേരം പാല് വരെ കൊടുക്കുന്നുണ്ട് ഈ ബ്രോ. എന്താ പറയണേ? അത് റിവീൽ ചെയ്യാത്തത് കൊണ്ട് ഞാനായിട്ട് എന്തെങ്കിലും പറയാം. റിവീലായി കേട്ടോ എല്ലാരും പറഞ്ഞു. ഞാൻ മേളിലോട്ടാ എന്തിനാ വെറുതെ എടുത്തിട്ട് വന്നേട്ടാ. നമുക്ക് അങ്ങനെ ശല്യമൊന്നുമില്ല. എന്റെ കൂടെ ഫേസ് ക്യാമിൽ ആരെങ്കിലും വേണ്ടല്ലോ. ഞാൻ സംഭവം മാറി. ഇപ്പൊ തന്നെ ഓക്കെ അല്ലേ? ഇപ്പൊ സെറ്റ്. ഇനിയാണ് കളി. എങ്ങനെ മാറും. സ്പീക്കർ ഇട്ടല്ലേ പെണ്ണൊക്കെ ഇനി കിട്ടുവേ. ചന്ദ്രന്റെ ക്യാമറ എന്താ സ്ട്രെച്ച് ആയിരിക്കുന്നേ? അത് അറിയത്തില്ലടാ. അതെന്തോ അവനെ മറ്റേ വോയിസ് ചേഞ്ചർ ഇട്ടിട്ട് ഇരിക്കുവാ പുട്ടിന്. സത്യം. അയ്യോ കണ്ണാപ്പിനോടെ ഒരു സാരി ഒരു ചിരട്ടയും അത് ഞാൻ പറഞ്ഞ കൗണ്ടറാന്ന് പറയാം. എടാ കഥ കുഞ്ഞിന്റെ ശബ്ദം ആറ്റിറ്റ്യൂഡ് കിട്ടിയേക്ക് അത് പോരാ. അങ്ങനെ ഇച്ചിരി കൂളായിട്ട് ഇപ്പൊ പിള്ളേർക്ക് അതാ ഇഷ്ടം. വേറെ അല്ലടാ ഇവിടെ കേക്കത്തില്ല. അവിടെ ചിലപ്പോ ലൈവിൽ ചിലപ്പോ കേക്കും. ഡിസ്കോഡിൽ കേക്കത്തില്ല. മൈൽസ് ഒക്കെ വന്നു. അതെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവര് മര്യാദക്ക് സംസാരിക്കാൻ വന്നേ. അവര് മര്യാദക്ക് സംസാരിക്കാൻ വന്നപ്പോ അവൻ ഓവർ ആറ്റിറ്റ്യൂഡ് ഇട്ട് നശിപ്പിച്ച് പട്ടി.
എടാ ചന്ദ്ര ക്ലിപ്പ് ചെയ്തേട്ടാ, ഞാൻ തന്നെ ഇടും കേട്ടോ നേരത്തെ ഇട്ടത്. അത് ചന്ദ്രു അത് ഭയങ്കര എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരട്ടെ. ഞാൻ ഇട്ട് കേട്ടോ ഷോർട്ട് കൊളാബിട് ചന്ദ്ര പെണ്ണ ഫിത്തി വരുന്നതെല്ലാം പെണ്ണാ. ഫിത്തി ഇവനൊക്കെ ഇതിൽ തന്നെ ഈ കണ്ണാപ്പി ഇതിൽ തന്നെ സിറ്റി കേറി. സിറ്റി അപ്പായില്ല ബ്രോ. സിറ്റി അപ്പായെന്ന് നോക്കടാ. എന്റെ ചന്ദ്രന്റെ 7 മാസത്തെ ജിമ്മ് കണ്ട പെമ്പിള്ളേർ സ്കിപ്പ് ചെയ്ത് പയ്യന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ? ആൽബർട്ട് ബ്രോ ഒന്ന് റേറ്റ് ചെയ്തേ. വിഷയം ഞാൻ നിങ്ങളുടെ മറ്റേ പോയി വേസ്റ്റ് വീഡിയോ ബ്രോ ഒന്ന് റേറ്റ് ചെയ്തേ. എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നുണ്ട് റിവർ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറെ നടപ്പുണ്ട്. നാളെ ഫ്ലക്സ് അടിക്കുന്നു. താങ്ക് യു ബ്രോ, താങ്ക് യു. പിന്നെ അവരുടെ കണ്ടുപഠിക്കണം. എന്റെ കാണിച്ചു തരാനോ എല്ലാവർക്കും. അത് പ്രീമിയം എടുത്തില്ലേ? സ്ട്രീമിനകത്ത് കണ്ട അതിനകത്ത് കിട്ടും. പ്രീമിയം എടുത്തില്ല സീന. പ്രീമിയം എടുത്ത എന്ത് പ്രീമിയോടാ? പ്രീമിയം എടുക്കും. അപ്പൊ ഗേൾസ് മാത്രം ഏത് മങ്കിക്കതാ? ഗേൾസ് മാത്രം വരും, വേറെ ആരും വരത്തില്ല. ഗേൾസ് ഞാൻ ലൈവ് നിർത്തണോ ഒരു മിനിറ്റ്. ഇല്ല ഞാൻ ക്ലിപ്പ് ചെയ്ത് ചേച്ചിക്ക് അയച്ചു കൊടുക്കാം. 2000 രൂപ വേല് വേണമെന്നോ? വേണ്ട. ഇല്ല പെണ്ണ കൂടി വന്ന ഒരു സാധനം കാണും. അത്രേ ഉള്ളൂ. കൂടി പോയാ ഇത് ശീലായി ചേട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കേ. ഞാൻ എന്റെ ഫിസിക് കാണിക്കാം. അപ്പൊ കുട്ടി 10ൽ എത്ര റേറ്റ്? അവന്റെ കണ്ണു വേണ്ട. ഫിസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ എന്തോ പറഞ്ഞോളൂ. പിന്നെ മ്യൂട്ട് ചെയ്യട്ടെ, സർവർ മ്യൂട്ട് ചെയ്യട്ടെ അവനെ മേലെ. ലൈവിലല്ലേ? ആ ലൈവില. അപ്പൊ ഇത് പറയണം കേട്ടോ. എത്ര പറയും? 10ല് ഒരു 100 തരട്ടെ. കുട്ടിയുടെ ഒരു ഇഷ്ടം പോലെ. എന്നാലും 10ലാണ്. 10ൽ എത്ര റേറ്റിംഗ് വരും? 10ല് 10 തരും. ഓ താങ്ക് യു സോ മച്ച്. ഇല്ല 3-4 എന്ത് ചെയ്യാ? 3-4 പേര് പറയണം. പഠിക്കുന്നു. ഓക്കെ അടിപൊളി. എന്തായാലും താങ്ക് യു. ക്ലോസപ്പിന്റെ പരസ്യം എടുക്കുന്ന ഫ്ലഷ് ഒക്കെ വരുന്നു. 100 എന്നൊക്കെയാ അതെ. ഒന്നായേ. ഇനി എത്ര? 3. തൈലൊക്കെ പിടിച്ചിട്ടേ ബഹറിന്റെ ഒക്കെ സംഭവമില്ലേ ഞാൻ ലൈവാണ്. ഞാനുണ്ടല്ലോ, ഞാനാണെങ്കിൽ ആർപിയിൽ ഇന്നലെ ജോയിൻ ചെയ്തു. അപ്പോഴേ ആ സിറ്റി ആണെങ്കിൽ ഡൗൺ ആയില്ലേ. ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ. അങ്ങനെ എടാ ലൈവിലെ എന്റെ സൗണ്ട് നോക്കിയാ മൈക്കിന്റെ സൗണ്ട് കുറവ്. അതെ ഹലോ ശരിയാ. ഇങ്ങനല്ല ഞാൻ പറഞ്ഞേക്കാം. അങ്ങനല്ല ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞേക്ക്. ആ റൈറ്റ് സൈഡ് സൗണ്ട് ബട്ടൺ കണ്ടോ? ആ റൈറ്റ് സൈഡ് സൗണ്ട് ബട്ടൺ റൈറ്റ് സൈഡ് സൗണ്ട് സെറ്റ്. 26 അങ്ങറ്റത്തുള്ള ആരെ കണ്ടോ? അങ്ങോട്ടുള്ള ആരോ മൈക്രോഫോൺ അങ്ങനത്തുള്ള ആരോ ചന്ദ്ര അവിടെ ചന്ദ്രു. അത് ഈ ഒമികൾ ചെയ്യുമ്പോ ഒരു പ്രശ്നമുണ്ട്. തന്നെ മൈക്കിന്റെ വോളിയം കുറയുന്നു. അതെന്തോ ബഗ്ഗാ. എനിക്കും ഉണ്ടത്. എനിക്ക് നോക്കട്ടെ അപ്പൊ നോക്കട്ടെ.
ഓക്കെ 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 അളിയ പറ ആ എന്ത് പറയാൻ സിറ്റി കയറിയപ്പോ അത് ഡൗൺ ആയി. പിന്നെ ഞാൻ നോക്കിയപ്പോ എല്ലാരും പറയുന്നത് നീ ഒമേഗിളിൽ കേറിയെന്ന്. ഓ ഒമേഗിൾ നിന്നെ തപ്പാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേറി. ചലഞ്ച് ഒന്ന് പോയിട്ട് ഓക്കെ 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 നീ മെസ്സേജ് ചലഞ്ച് 3 പിള്ളേരെ ഇംപ്രസ് ചെയ്യണം. പെൺപിള്ളേരെ കൊണ്ട് റേറ്റ് ചെയ്യിപ്പിക്കണം അവന്റെ ബോഡി. മിനിമം 3 ബോസ് എത്ര കിട്ടി? റേറ്റ് എത്ര കിട്ടി? എന്തൊക്കെ അറിയണം. പാന്റൊക്കെ പൊക്കണ ആരും ആലോചിച്ചു. പക്ഷെ ഇത് മതി ഇത് മതി ഇത് മതി. മാറ്റണ്ട ഇപ്പൊ. എന്താ അതൊക്കെ ലുട്ടാപ്പി ചന്ദനത്തിരല്ലേ വിളിച്ചിരിക്കും. ചന്ദനത്തിരല്ലോ മറ്റേ ഈച്ച ഓടിക്കുന്നത്. ഇത് ഡെയിലി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലല്ലേ ആരെങ്കിലും ലൈവ് ഇടുന്നു, ഞാൻ ഇവിടെ ഇരുന്നു ആ ലൈവ് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. 5 മണിക്കൂർ 2-3 മണിക്കൂർ ബർത്ത്ഡേ നേരത്തെ 3000 കണക്ക് പറയാനുണ്ടായിരുന്നു. അയ്യോ എന്തൊക്കെ സീൻ കാണണല്ലേ. ഉടനെ വരുവേ. ഇത് പെണ്ണ അടുത്ത 5 പെണ്ണ് വരും. ഓ എല്ലാരും ഉണ്ട്. ഇത് പെണ്ണായിരിക്കും ചന്ദ്ര. നിങ്ങൾ ലൈവ് കാണുന്ന അതിനകത്ത് കേറി എന്തെങ്കിലും ഒരു റേറ്റിംഗ് പറഞ്ഞിട്ട് പോകുക. കഷ്ടം അവനെ കണ്ടിട്ട് വിഷമം വരുന്ന കേസ് എനിക്ക്. ലൈവ് കാണുന്ന പെമ്പിളായാലോടെ കേറിയിട്ട് ബോഡി കൊള്ളാം. 9 എന്ന് പറഞ്ഞു. ചേട്ടാ 9. 10 എത്ര റേറ്റ്? ചേട്ടാ 9. ഇല്ല ടാഗ് ഇത് തന്നെ മതി. പെണ്ണിതിൽ പെമ്പിള്ളേർ ഇതിലേ വരത്തുള്ളൂ. വരുന്ന എല്ലാം കുറെ കേട്ടോ ചന്ദ്രി. ബ്രോ മറ്റേ കളർ ലൈറ്റ്. ഒരു മിനിറ്റ് മോളെ, നീ ആ ഒമേഗിൾ ഇവന്റെ ബോഡി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. എനിക്ക് കണ്ടിട്ട് വിഷമം വരുന്നത്. നേരത്തെ വന്നവരാ വന്നോണ്ടിരിക്കുന്ന തോന്നുന്നു. നാട്ടിലെ പെൺകുട്ടികളൊക്കെ തിരക്കിലാണ്. 1500 പേരുണ്ട്. പക്ഷെ എനിക്കൊന്ന് പെമ്പിള്ളേരല്ലേ എൻഗേജ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. മസില് കാണിക്കണ്ടേ? അവള് ബോട്ടാണ് ചന്ദ്ര, ബോട്ടാണ്. ചന്ദ്ര നമ്മളെ എടുത്ത് ചാടി സംസാരിക്കണം, മനസ്സിലായോ? സ്കിപ്പാക്കല്ലേ എന്ന് പറഞ്ഞ സ്കിപ്പാക്കല്ലെന്ന് പറയണം. ഇതിനൊക്കെ ഒരു നാക്കുണ്ട് ചന്ദ്രു. ലൈവ് കാണിച്ചോ? കൂട്ടുകാരനല്ലേ അവന്റെ. എന്റെ ഡൂപ്പ് അത്. അത് പെണ്ണായിരുന്നു എന്തൊരു. ഇത് ഇന്നൊന്നും വരൂലടാ. ഇതൊന്നും നമുക്ക് ഫോറിൻ പിടിച്ചാലോ കണ്ണാ? ഫോറിൻ അവന്മാർക്ക് ഈ മനസ്സിലായ ഇന്ത്യ എന്ന് പറയുമ്പോ മനസ്സിലായ ഒരു പുച്ഛം കണക്കാ. ആ സത്യം അവന്റെ ആവശ്യമാണ്. അവനൊരു ഇതില്ല കേട്ടാ. ഹെഡ്സെറ്റ് മാറ്റം മണ്ട. ചന്ദ്ര പൂക്കി പരിപാടി ഇവിടെ ആവാത്. ടിക്ടോക്ക് സ്പെഷ്യൽ പ്രൈസിംഗ് ഫോർ ഇന്ത്യ. ആ ഒരു സജഷൻ കേട്ടായിരുന്നു ആരെങ്കിലും? സജഷൻ ടാഗിടായിരുന്നു. പൂക്കിന്ന് അടിച്ച് ഇവനെയൊക്കെ കൊണ്ടല്ലേ അവരെ. ഈ ഹിന്ദി ആൾക്കാരൊക്കെ വരൂലേ? മാറിയതുപോലെ പറഞ്ഞോടാ അവന്റെ പൂക്കി.
അവര് പുതിയ city ടിക്ടോക്ക് വൈബ്സ് UK പോലും ഇല്ല കാനഡ ഫ്രണ്ട്സിന്. UK കാനഡ മൊറോക്കോ ഈകളെ എനിക്ക് White list എടുക്കണം. ഇതാണ് ചോദിച്ചത്, കണ്ടാന്ന് ചോദിച്ചേക്കുന്നത്. രാമകുളങ്ങര ബ്രോ എനിക്ക് പ്രൊഫൈൽ കണ്ടുപിടിച്ച് തരുന്ന കാര്യം അത് ഞാൻ ചെയ്യത്തില്ല ബ്രോ, വെളിയിൽ അതിന് വേണ്ടിയിട്ട്. കാരണം അത് ചെയ്യുന്ന നമ്മളിവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾക്ക് ഫേക്ക് പ്രൊഫൈൽ കണ്ടുപിടിക്കാനും എൻ്റെ അടുത്ത് പറയരുത്. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അവർ ഈ പറയണത് പോലെ എന്നോട് ഇങ്ങനെ വിഷമം എനിക്കത് കണ്ടിരിക്കുന്നുള്ളത് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്ട്രീമൊക്കെ പോയി ഓരോന്നൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അതെനിക്ക് പുറത്തൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ അങ്ങനെ പറ്റൂല. അത് പ്രശ്നമാണത്. അതുകൊണ്ടാണ്, വേറെ ഒന്നും വിചാരിക്കില്ല. അല്ല പെണ്ണ് വരും, ഇന്ത്യയിൽ പെണ്ണ് വരുമല്ലോ. ഇപ്പയല്ലേ പെണ്ണ് വരും. ഇപ്പയില്ലേ പെണ്ണ് വരും. മറ്റേ അനുഭവ സമ്പത്തുള്ളവരല്ലേ പറയുന്നത്. ഇത്ര ദിവസം ഇരുന്നവരല്ലേ പറയുന്നത്. പിടിച്ച് തിന്നു. പറയാൻ പോയില്ല. ഇയർബഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ അച്ഛനെ ഇപ്പഴാണെന്ന് മേനെ യന്ത്ര എന്നെ വല്ല കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ കേക്കത്തില്ല കേട്ടാ. മനസ്സിലായി നമ്മള് പോയിക്കോളാം. പെണ്ണ് അവള് ഫക്ക് കാണിച്ചിട്ടിരിക്കുന്നു. ചന്ദ്ര ഈ ലാഗ് അടിച്ചിരിക്കുന്ന ഓ പിന്നെ കൂടുതൽ എന്ത് വേണോടാ പറയാൻ. അവളെ കണ്ടായിരുന്നു ചെയ്യായിരുന്നു. ഒരു റൗണ്ട് കഴിഞ്ഞ് കിടക്കുന്നു. ഈജിപ്റ്റ് ഓ ഇത് ശരിയായ കുട്ടി. ഉറക്കം എണീറ്റേ ഉള്ളു. അത് മാൻഡ്രേക്ക് ശില്പി അത് പെണ്ണായിരുന്നു. കൊച്ചറാ പെൺകൊച്ചായിരിക്കാം. അത് പെണ്ണൊന്നല്ല. എന്താണ് പറയുന്നത്? കുറച്ചും കേട്ടോ അപ്പൊ ചലഞ്ച് തരട്ടെ. കുറച്ച് സിറ്റി കയറാം. ആറ്റിറ്റ്യൂഡ് ഒന്ന് വിടുവോ? അതാ കൂളായിട്ടിരുന്നേ. ഞാൻ ഇരിക്കുന്ന പോലെ ചുണ്ടൊക്കെ അടിച്ചിരിച്ച് എന്നൊക്കെ പറഞ്ഞിരുന്നേ. എന്തിന് അങ്ങനെ ചന്ദ്രന് ഇളവീര്, ചന്ദ്രന് ഇളവീര് എന്നൊക്കെ പറഞ്ഞ ഇളവീര്. എന്നാ കുറച്ചു നേരം കാണാം. എന്തായാലും ഇന്ന് ഞാൻ ലൈറ്റ് ആർപ്പ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയുണ്ടോടാ മുച്ചിറി ഇവിടെ പോയല്ലേ? താഴെയുണ്ട്. മുച്ചിറി നീ ഇന്ന് ലേറ്റ് നൈറ്റ് ഉണ്ടാവോ? നീ ലേറ്റ് നൈറ്റ് വേണ്ട, ആർപ്പ് ചെയ്യാം നമുക്ക്. ഞാൻ കുറച്ചു നേരം ചന്ദ്രന്റെ ചലഞ്ച് കണ്ടിട്ട് വരുന്നു. ഓക്കെ ഇന്ന് DC ട്രോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ബ്രോ. ഇന്ന് DC ട്രോൾസ് ഇല്ല. പെണ്ണ് വരാൻ നമ്മള് പോത്തില്ല. എന്തിനു നമ്മൾ ഇവിടെ തന്നെ ആണ്. നമ്മളിവിടെ കാണുന്നു. സ്നേഹം വിളിച്ചു കേട്ടോ, പെണ്ണ് വന്നത്. അതൊരു ശരിയായ കുട്ടിയുടെ സൗണ്ട് ആയിരുന്നു. ചന്ദ്ര സ്കിപ്പ് ചെയ്യല്ലേ. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കിട്ടൂല. നമ്മളിങ്ങനെ പെയ്യെ എല്ലാരോടും ക്യാമറ പെണ്ണല്ലത്. അവന്റെ അടുത്ത നീക്കം കൊല കാണിക്കലായിരുന്നു. താഴെ ഒരു ഫോട്ടോ ഇങ്ങനെ പൊങ്ങി വരും. ചന്ദ്രു ഫോട്ടോ അല്ലായിരുന്നു. സ്ക്രീൻ ഐഡി ഏതാണ് മെയിൻ ആയിട്ട് സംസാരിക്കേണ്ടത്. അയ്യോ അത് വന്നെടാ, കഥ ഒന്ന് അടച്ചിടൂടാ. ഇനി എത്ര കൂടെ കിട്ടണം ചന്ദ്രു? രണ്ടെണ്ണം. ഈ വയറ് ഊരി വിട്ടേടാ കുറച്ച് നേരത്തേക്ക്. ഈ മലയാളി മല്ലു ചന്ദ്ര ഇത് വേറെന്തോന്ന്. അല്ല പെണ്ണ ഞാൻ സിറ്റി കയറിട്ട് കുറച്ച് നേരം ആർപ്പി വെച്ചിട്ട് പോത്തുള്ളൂ. ചന്ദ്രനെ ചാർജ് ചെയ്തിരുന്നാ മതി. ഉലക മുന്നേ ഫോറിനേഴ്സിനെ കിട്ടും. ഇത് സെറ്റ്. How's my tattoo? Ugly.
അഗ്ലി. ചന്ദ്രു ചന്ദ്രു എന്താ ചോദിച്ചിട്ട് പോ ചോദിച്ചിട്ട് അവിടെ പറയാറില്ലേ അഗ്ലി എന്നൊക്കെ പറയാലെന്താ ഞാൻ പറഞ്ഞു നീ അതിനെക്കാട്ടിൽ അഗ്ലി എന്ന് പറഞ്ഞു. ചന്ദ്രു ഒരു സെക്കൻഡ് ഞാൻ മേള് വരെ ഒന്ന് പോട്ടെ. മസിലൊക്കെ കാണിക്കണ്ടേ? സിമ്പിൾ ആയിട്ടൊക്കെ എങ്ങനെ കണ്ടാണ്ടിരിക്കണം പറഞ്ഞാണ്. എടാ, ഞാൻ ഇരിക്കുന്നത് സിമ്പിളാ. ക്ലാസ് ആയിട്ട് ഇതിന്റെ ക്ലാസ് ആയിട്ട് ഞാൻ കേക്കോ ചന്ദ്ര? ഹലോ, കേക്കാം മസില് മാത്രം പോരാ, കുറച്ച് ബുദ്ധി വേണം. നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് കൊടുക്കണ പുണ്ടച്ചി. ഇത് എത്ര പറയാൻ ഇത് നീ പറഞ്ഞ കുറച്ച് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഇടണ്ട. ചന്ദ്രൻ ഒരു ചുണ്ടൊക്കെ അടിച്ചു പിടിച്ചെന്നിരുന്നോ അപ്പൊ ഞാൻ നോർമൽ ആയിട്ടിരിക്കണം. അതാണ് നീ നോർമൽ, നമ്മള് ലോ പ്രൊഫൈൽ. അങ്ങനെ അളിയാ, എടാ നിനക്ക് ചലഞ്ച് തീർക്കണ്ടേ? അപ്പൊ നീ അവരോട് ജസ്റ്റ് പറയണം ഡോണ്ട് സ്കിപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കണം. നീ മറ്റേ എടാ ഒരു നോർമൽ ഒരു ഫോറിനർ എടുത്ത് ടാറ്റു ഒക്കെ എങ്ങനെയാണോ ചോദിച്ചാൽ അവരെ പറ്റി നല്ലതെന്നൊന്നും പറയില്ല. നീ അഗ്ലി എന്ന് പറഞ്ഞാൽ അവളെ തള്ളക്കി വിളിക്കാതെ അവളെ നാക്കി വഴിക്ക് കൊണ്ടുപോവാ. അതാണ് കഴിവ്. കസക്കി കൊണ്ടുവരുന്നില്ല കഴിവ്. ഫുഡ് കഴിക്കുന്ന വെച്ചു. ഹലോ, നമുക്ക് ഹായ്. സ്പാനിഷ് സംസാരിക്കണം. അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്തോ, അങ്ങോട്ടുള്ളവർക്കൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. എന്തോ പ്രശ്നമുണ്ട് എന്ത് അവർക്കൊരു തരം ചന്ദ്രൻ ബിഗ് ഫാൻ. നിനക്കൊരു ഉമ്മ തരട്ടെ ഞാൻ. ഉമ്മ തരും. ഇതൊക്കെ പറ്റും. ഇതൊക്കെയാണ് മൂഡ് പയ്യന്മാര്. അല്ലാണ്ട് റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമല്ലോ. കൊറേ വട്ടം വെയിറ്റ് ചെയ്ത് ഇപ്പൊ കിട്ടി. മച്ചാനെ ഞാൻ അവരോട് കറങ്ങിട്ട് ഓക്കെ ഓക്കെ. പെണ്ണ സൗദി അറേബ്യ ചന്ദ്രു ഇപ്പൊ വരും നമ്മടെ കൊച്ച്. ടാഗ് മാറ്റാൻ ടൈമായി ചന്ദ്രു. നമ്മടെ കൊച്ച് ഇപ്പൊ വരും. മൈൽസ് പുതിയ സിറ്റിയിൽ വൈറ്റ് ലിസ്റ്റ് എടുത്തായിരുന്നോ? വൈറ്റ് ലിസ്റ്റ് എടുക്കണോ? ഐപി കിട്ടും. ക്രിയേറ്റ് ചെയ്തായിരുന്നോ? ഇല്ല ഇല്ല, ചെയ്യാൻ ഇവിടെ ഇരുന്ന് ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ അവന്. അവന് പരിപാടി ചെയ്യാൻ ബാക്കിയെല്ലാവരും സംസാരം നിർത്തിയേ. ഈ സമയത്ത് സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ക്ലാസ്സിന് പോണ ഒരു പൊലയാടി ഉണ്ടല്ലോ ഇവിടെ. ക്ലാസ് നിർത്തി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇന്നോട്ട് എല്ലാ സിറ്റുവേഷൻ ഉണ്ടാവും 10:30 അല്ല അത് ഞാൻ നേരത്തെ ഉണ്ടല്ലോ എല്ലാ സിറ്റുവേഷൻ 10. അയ്യോ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. നീ ആരും ഓഡിയൻസിനെ പറയണ നീ? എന്നാ ഈ മാസമാണ് ക്ലാസ് നിർത്തിയത്. ഈ മാസം തൊട്ടുള്ള എല്ലാ സിറ്റുവേഷൻ സിറ്റുവേഷൻ അതറിഞ്ഞാ മതി. അതുകൊണ്ടാണ് പുതിയ ഇനിയും വേറെ ഒന്നുമില്ലല്ലോ, പരിപാടി ഒന്നുമില്ല 10:30 ശേഷം. ഇല്ല 10:30 ശരി. പുതിയ ക്ലാസ്സിന് എന്തായാലും വന്നാലേ ഉള്ളൂ. ശരി ശരി ശരി. ചന്ദ്രു ഇപ്പൊ വരും. കണ്ണാപ്പിക്കൊക്കെ ഒരു കൊച്ചു വന്നേണല്ലേ കണ്ണാപ്പി? അതോ എനിക്കൊക്കെ എന്തോരം മുമ്പിലായിരുന്നു അന്ന്. വാസുവിന്റെ വരെ പറഞ്ഞ പാല് വാങ്ങാൻ മാറുന്നത് പറയായിട്ട് അതീന ഇപ്പൊ വരും. ഈ ചലഞ്ച് നീ ഫെയിൽ ആയാളിയാ. മിനിമം 5 പേരെ മിനിമം ഡോണ്ട് സ്കിപ്പ്. അറബി ഞാൻ പറഞ്ഞു. Can you rate my physique? സ്കിപ്പ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് അറബി അറിയത്തില്ല, അവളെ കണ്ടറിഞ്ഞൂടെ? ചന്ദ്രു കുറച്ചുകൂടെ ഒന്ന് ഇത് കുറയ്ക്കണേ. ചന്ദ്രു ഭയങ്കര ഒരു ഇതിലിരിക്കണം, മനസ്സിലായില്ലേ? അത് ചിലർക്ക് പിടിക്കത്തില്ല. കണ്ണാപ്പിനെ പോലെ വായിന്ന് ഒലിച്ചിറങ്ങണം. അങ്ങനെ ചന്ദ്രൻ ചന്ദ്രൻ ചിരിച്ചിരിക്കും. ചന്ദ്രൻ ചിരിച്ചോണ്ടിരിക്കുക. ചന്ദ്രൻ അവളെ സ്കിപ്പ് വെച്ചപ്പോ കോമഡിയാന്ന് വിചാരിച്ചാണ് കേട്ടാ. അവളെ സംസാരിക്കാൻ തരുമോ? അല്ലെ കോമഡിയാന്ന് വിചാരിക്കില്ലെങ്കിൽ എന്റെ പമ്പൊക്കെ എല്ലാരോടും അലക്കില്ലടാ. അവന് ഒരു ഇത് കൊടുക്ക്. അവന് ഫ്രീ ആയിട്ട് ചെയ്യട്ടെ. അതാണല്ലേ ഇതൊരു
ഈ SRK വിടാൻ തുടങ്ങണം. അപരാധി SRK അപരാധി. എടാ നമുക്ക് മലയാളത്തിൽ തന്നെ പിടിച്ചാലാ? ചന്ദ്ര ഞാൻ മലയാളം തന്നെ പറയാ, ബാക്കിയുള്ളവർ പുച്ഛം അവന്മാര് മലയാളം മല്ലു കേരള, മലയാളം മല്ലു കേരള, മലയാളി മലയാളം 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 ദേശീയം കൂടി ഇട്ടോ ചന്ദ്ര. ദേശീയ അത് കേട്ടാ ദേശീയ കേട്ട മാമന്മാര് വരും റേറ്റ് ചെയ്യാനായിട്ട് ചന്ദ്രനെ. ചന്ദ്ര എന്റെ മനസ്സ് ഒരു പെങ്കൊച്ചിപ്പ് വരും. അഞ്ചാമത്തെ പെണ്ണായിരിക്കും എടാ സത്യോടെ എന്റെ മനസ്സും പറഞ്ഞു തുടങ്ങിയടാ. അച്ഛനെ ഒരു പെണ്ണ് വരത്തില്ല, നീ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഉള്ളാല മൊത്തം. മച്ചാനെ വായൻ മച്ചാനെ വാ മറ്റാരും കാണോ അച്ചാറന്താ. ചന്ദ്രനോട് ആറ്റിറ്റ്യൂഡ് ചന്ദ്രനോട് ആറ്റിറ്റ്യൂഡ് എങ്ങനെ കണ്ട ഹലോ 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 പറയാൻ ആ കുട്ടിയുടെ അടുത്ത് ഞാൻ ഡോൺ സ്കിപ്പ് എന്ന് പറയണം. ഫസ്റ്റിലെ ഡോൺ സ്കിപ്പ് അപ്പോഴേ വെകളിയായി വെകളി. ഇതൊന്ന് കുത്തിടാൻ പറയാ അവളോട്. ഒട്ടും ചാർജ് ബുൾഗാറിയ മൈൽസേ നിനക്കേ പറ്റൂ. ചെല്ല്. ചന്ദ്രനെ കൊണ്ട് പറ്റാത്തതൊന്നും മൈൽസിനെ കൊണ്ട് പറ്റൂല എന്തായാലും. അതല്ല മൈൽസിനെ കൊണ്ട് സാരി പിടിപ്പിക്കുക. അത് നടക്കും. അലീനെ നിന്റെ ഒരു 10 ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഒമേകൾ കയറാൻ പറ. താടിയൊക്കെ വളർന്നിരിക്കുന്ന 1000 വെച്ച് 3 പേർക്ക് കൊടുക്കാം. ഇല്ല ഞാൻ ഇപ്പൊ വിളിച്ചു തരാം ചന്ദ്ര. അളിയ 5000 രൂപ ചലഞ്ച്. അളിയ 5000 രൂപ ഇൻസ്റ്റന്റ്. ഇന്നത്തെ എന്റെ സാലറിയാ, ഞാൻ വാങ്ങിച്ചിട്ട് പോണ്. 5000 രൂപ നിർത്തല്ലേ? ചന്ദ്ര 5000 കിട്ടാൻ കാത്തിരിക്കുക ലൈവ് നിർത്താൻ. ഹലോ ഹലോ ഡോൺ സ്കിപ്പർ ടൈം പോലും ഇല്ല. ചാടി വീഴളിയാ, ചാടി വീഴ. അയ്യോ എവിടെ നല്ല കണ്ടുവരിച്ചു. എന്തിന്റെ സൂക്കേടാ രാത്രിയില്. ഒരു കിടില ആളുണ്ട് കേട്ടാ, സ്കിപ്പ് ചെയ്തപ്പോ കിട്ടും. മച്ചാനല്ലേ ഇത്? മച്ചാനല്ലേ അത് നേരത്തെ? ജാസിമോ? അതല്ല, ഞാൻ നോയിക്കൊണ്ടിരിക്കുക ടാഗ്. ഇത് മന്ദാരം കാണിക്കാൻ വന്നോ? പെണ്ണേഴ്സ് കെട്ടി വന്നേട്ടാ. അത്രേ ഉള്ളൂ. ഗേൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇങ്ങനെയല്ല പറയണ്ടേ, പറയല്ലേ? നീ ഡോൺ സ്കിപ്പ് പറയണത് ഒരുമാതിരി ഇങ്ങനെ പറയൂലേ, അതുപോലെ കുറച്ച് റിക്വസ്റ്റ് ശരി, ഞാൻ ചലഞ്ച് തരാം. നീ ഒരു 2 പെമ്പിള്ളേരെടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് നീ സംസാരിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് പിടിച്ചിരുത്ത്. എനിക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. നീ 2 പെമ്പിള്ളേരെ ചന്ദ്ര പൈസ പോവേ ഞാൻ ഒമേകള് കേറില്ല അളിയാ. ഞാൻ ഒറ്റയ്ക്ക് ഒമേകള് കേറില്ല അളിയാ. എനിക്ക് പൈസ പോവും. അളിയാ ഞാൻ പറയാം. ഒമേകളുടെ കണ്ണിലുണ്ണി ഒന്ന് പെണ്ണിന്റെ സംസാരിച്ച അവന്റെ സൗണ്ട് ഇട്ടില്ലേ? ഈ ഫേസ് കാണിക്കുന്നതെല്ലാം പെണ്ണാ.
എടാ എനിക്ക് ഭയങ്കര ഇതാണ്. എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാനല്ല അറിയുള്ളൂ. എനിക്കില്ലടാ, എനിക്കത് ഭയങ്കര ഒരു എടുത്തോറ എല്ലാരും നീ മുരട്ട് കാളയാന്ന് എന്നെ പറ്റി ഇത് മൂടിയിരിക്കാൻ. അവന്റെ വിചാരത്തിൽ കാണുമ്പോ മറ്റേ ഉറുമിക്കാത്ത അവളാണെന്നാണ് കേട്ടാ. കണ്ണ് മാത്രം കാണിച്ച് സബ്സ്ക്രൈബർ ഈകളെ പറ്റി 2 വാക്ക് ഒറ്റ വാക്കിൽ ഒതുക്കിയവൻ. എടാ എനിക്ക് അറിഞ്ഞോളല്ലേ. അല്ലല്ല ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അല്ല ഞാൻ പെട്ടെന്ന് നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് ജീവിതം ചന്ദ്രന് വേണ്ടി റെഡിയാവും. ചന്ദ്രന് വേണ്ടി റെഡിയാവാൻ ചന്ദ്രൻ പെണ്ണുങ്ങളെ മാത്രല്ലേ നോക്കണുള്ളൂ. മുടിയൊക്കെ തെറ്റിയത് പെണ്ണാവാന്ന് ചന്ദ്രന് വേണ്ടി. അതാണ് എന്തൊരു ഫാനെന്നുണ്ട് അവൻ. ഹലോ എല്ലാം അറിയോ? നീ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഞാൻ എപ്പോഴും അതല്ല അതല്ല അവന് ഇല്ല അവനെ എവിടെ കണ്ടുണ്ടോ ഞാൻ പറയും പോലെ. വയറളം കേട്ടാ വയറളം മറ്റേ പാട്ട് പാടോ പാട്ട് പാടോ അവൻ എന്തോന്ന് പറഞ്ഞൂടാ പാട്ട്. അവനെ കണ്ടറിയണം, അവന് പാട്ടും പഴമെന്ന് പറയണോ ചുമ്മാ. ഞാൻ കേറില്ല. ആ പെണ്ണാണ് കേറണ്ട അങ്ങോട്ട്. നീ ഇവിടെ പോവേ. അമ്മ ഓടുന്നു ഓടല്ലേ. ഹലോ ഹായ്. അറിഞ്ഞാണെന്നാ തോന്നുന്നു. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, 1000 എനിക്ക് 1000 കൂട്ടിയോ. ഒരു മണിക്കൂറായി ഞാൻ പെട്ടെന്ന് നോക്ക് എന്റെ പമ്പ് പോവും. എത്ര റേറ്റ്? 10 10 സൂപ്പർ 10 അപ്പൊ 1000 ഗൂഗിൾ പേ 1000 തന്നിരിക്കും. ഒരു സംശയമില്ല. ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ കാണുന്നില്ല. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിടിച്ചു പറയുന്നില്ല. പിടിച്ചു ഇങ്ങനെയാണ് നമ്മൾ പറയുന്നില്ലത്. പുറത്ത്. അയ്യോ അറിഞ്ഞൂടാ. എന്ത് നാച്ചുറലാണ്. കേട്ട അവൻ തൽപരനാ. കാണിച്ചു അടിച്ചേ. ഞാൻ വരുന്നുണ്ട്. കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടാ ഡെക്കാത്തലോണ. ഓക്കെ എന്നാ മറ്റന്നാ കാണാം. ഞാൻ വരുന്നുണ്ട് അവിടെ. കോമ്പറ്റീഷനാ അളിയ നീ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടോ? ചന്ദ്ര ഷഡ്ഡി കിട്ടിയിരിക്കാൻ പാടാ. കാണാൻ പോവാ
എടാ ഇപ്പൊ നിനക്ക് വന്നാൽ ഇൻസ്റ്റയിലെ വീഡിയോയിലൊക്കെ ഇടുന്നവനാന്ന്. ആണോ? നീ കണ്ടല്ലേ, നീ കണ്ടല്ലേ? കൊച്ചു കുഞ്ഞിനെ പോലെ കളിക്കും. എടാ മറ്റേ കുട്ടൂസനും രാഗിനായിട്ടുള്ള ബന്ധമൊക്കെ ഇപ്പൊ എങ്ങനെയാണ്? പക്ഷെ കുറച്ച് റിയാലിറ്റി ആയോ ആണോ? കാണണോ വിളിക്കണോ? വിളിക്കണ്ട. നിന്നെ ഇപ്പൊ അവര് അവ ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഇട്ടാനെ. അവർക്ക് വേറെ ഇടോ? ബാഗ്നിന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇട്ടാണ്. എന്തൊക്കെ ആൾക്കാരല്ലേ. ലൂപ്പായി ഇവന് ടൂറിസ്റ്റ് ബസിന്റെ ലൈറ്റ് ഇളക്കി വെച്ച് ഹലോ എന്തല്ല വല്ല പെമ്പിളരുണ്ടായിരുന്നാ? ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. പോയത്. അയ്യോ ജർമ്മനി. അതെനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ ജീവിയിലെ മാമനാന്ന് തോന്നുന്നു. ആദ്യം കുറച്ച് മുമ്പ് വന്നേ നീ സ്കിപ്പ് ചെയ്തിട്ടാ. രണ്ട് പാട്ട് പാടാൻ വന്നായിരുന്നു പയ്യൻ. അതെ അതെ, പുതിയതായിട്ട് റാപ്പ് ഉണ്ടത്. പാടി വന്നപ്പോ വേടന്റെ പാട്ട് പാടി വന്നപ്പോ വെട്ടി വന്നതാ. ഒരു ദിവസം രാത്രി ബോബിനെ വിളിച്ചിട്ട് പറയാം, എടാ ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, നീ ഒന്ന് കേൾക്കണേന്ന്. പാടി വന്നപ്പോ വേടന്റെ നീർനിടങ്ങളിൽ അടിമയാണ് ഉടമയാര്. ഈ സാധനം പറഞ്ഞിട്ട് വന്നു. ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ചിരിക്കുന്നതിനൊന്ന് ചിരിക്കേ. കണ്ണാപ്പി അങ്ങനെ അവനെ ഏട്ടാ വിളിച്ച പോടാ. അവനെ വെച്ച് വിളിച്ച് ഉറങ്ങി പോയി കിടന്നു. ഇതാര് പെണ്ണായിരുന്നു. അവന്റെ ഓലക്കുടക്കേ നിങ്ങളെ കൊലയെ കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാര്. എല്ലാ പെണ്ണുകളും ഉറക്കമാണെന്ന് തോന്നുന്നു. ഫോറിൻ പിടി എല്ലാരും ഇവരൊന്നും രാത്രിയിൽ ഇരിക്കാൻ നോക്കും അവനൊക്കെ. സത്യം. അളിയ നീ ഹെഡ്ഫോൺ മാറ്റിയാൽ കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. അത് സത്യം. അവരാണെന്നുള്ള കേൾക്കാൻ പറ്റത്തില്ല എനിക്ക്. അതാണ് ഇതില് കേട്ടിട്ട് നീ എല്ലാം കൂമ്പി കളയോ. ഞാൻ പെണ്ണ് വരുമ്പോ ഹെഡ്ഫോൺ വെക്കാൻ തരോ? പെണ്ണ് വരുമ്പോ ഹെഡ്ഫോൺ വെക്കാം. ബ്രോ താങ്ക് യു സോ മച്ച്. ഇന്നും വന്നിങ്ങേര് ഇന്നും 5 സബ്സ്ക്രിപ്ഷൻ 25 ചെയ്ത് തോട്ടത്തി. ബ്രോ താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. എന്ത് ചെയ്യാ? പഠിക്കണോ? പഠിക്കുക. എന്തായാലും പേരൊന്നും പറയണ്ട. ഇനിയിപ്പോ ലൈവില് കാണുന്നോണ്ട് അറിയായിരിക്കുമല്ലോ. അതെ, ഈഗൽ ചേട്ടനോട് ഹായ് പറഞ്ഞേക്ക്. കെട്ടിയതാ ഹായ്ക്ക് ഒരു ആവശ്യമില്ല. അവന് ഹായ്ക്ക് ഒരു ഹായ് പറയുന്ന പറയാൻ ഓക്കെ. ശരി നടക്കട്ടെ. അപ്പൊ കാണാൻ വേണ്ടി തന്നെ കയറിയതാ. ആണോ? ഓക്കെ. എന്തായാലും ഒന്ന് റേറ്റ് ചെയ്തിട്ട് പോ. എനിക്ക് ബോഡിയൊക്കെ കാണിക്കേ. അതെ കണ്ടിട്ടുള്ളതല്ലേ. പറഞ്ഞോ, റേറ്റ് പറഞ്ഞോ. ചുമ്മാ നമ്മളെന്തിനാ റേറ്റ് പ്ലീസ് പ്ലീസ് മിണ്ടല്ലേ ചന്ദ്രതിരി ടൈപ്പിംഗ് മതി. 5 out of 10. 5 out of 10. ഇപ്പൊ അല്ലേ ഞാൻ 2 പോസ്റ്റ് കൊടുക്കട്ടെ കുട്ടിക്ക്.
മോശമല്ലേ കുട്ടി? നമ്മളെ ഇത്രയും കാണിച്ചിട്ട് കോച്ച് രണ്ട് മസിൽ കാണിച്ചു കൊടുത്തേ. കുട്ടി എന്തേലും മാറ്റം ഉണ്ടോ? കേട്ടില്ല. ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സാ. പിള്ളേർ ലക്ഷ്മിയാ നിലപാട് ഉറച്ചു വയ്ക്കാൻ. എടാ എടാ ചന്ദ്ര, കൊച്ചിന് കുറ്റം പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു 5 ഒക്കെ തരാനേ തോന്നിയുള്ളൂ കേട്ടാ, സത്യം പറഞ്ഞ. ഫോട്ടോ എടാ, ഇത് സത്യം പറഞ്ഞ പെമ്പിള ഇല്ല ശരിക്കും. ഇതൊക്കെ ഭയങ്കര ഇതില്ല. തൂങ്ങി അവനൊക്കെ രാത്രി ഉറങ്ങി വീഴും. വിഷം ഇപ്പൊ ഞാൻ കാണിച്ചാൽ എമ്മാരെ മൈൻഡ് കാണിച്ചാൽ. അവള് ഈഗിൾ ഫാനാണ്. അതാ 5. ശരി, എന്നാ ഈഗിളിന്റെ ബോഡി റേറ്റ് നേരത്തെ റേറ്റ് ആണ് ചോദിച്ചത്. എന്റെ റേറ്റ് എത്രയാണ്? പുറത്തിറങ്ങുന്നതല്ലേ അത്? ഐശ്വര്യടുത്ത് കയറാൻ പറ. 1500. 1500 വരും. 1500 ഫ്ലെക്സ് ചെയ്യണ്ട.